സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അങ്ങനെ വേദിയിലേക്ക് എത്താൻ പോകുന്ന ആളാണ് ശ്രീ കൊച്ചിൻ ബിജു. കൊച്ചിൻ ബിജു അഥവാ അടിമാലി. അടിമാലിയാണ് സ്ഥലം. അടിമാലിയാണ് സ്ഥലം. അപ്പൊ ബിജു അടിമാലി എന്ന് പറയണ്ടാണല്ലേ? ചേട്ടാ, ഒരു നിങ്ങൾ ചേട്ടാനിയന്മാരാണോ എന്നൊരു സംശയം വന്നേക്കാം. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം കൊച്ചിക്ക് താമസം മാറ്റി പേര് മാറ്റി. മനസ്സിലായോ? അങ്ങനെയാണോ സംഭവിച്ചേ? അല്ല, അടിമാലിയിൽ നിന്നും അങ്ങനെ ഒരു പേരുള്ള ഒരാളുണ്ടല്ലോ, പിന്നെ സ്റ്റൈലൊന്നും മാറ്റി പിടിച്ചേക്കാൻ അതുകൊണ്ട് മാറ്റി പിടിക്കുക. ഇപ്പൊ കൊച്ചിയിലാണോ താമസം? അല്ല, അടിമാലി തന്നെയാണ്. എന്നെ അങ്ങനെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ബിനിച്ചേട്ടനെ കാണുമ്പോ കൊച്ചിൻ ബിജു അടിമാലി 14 മൈൽ എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥലപ്പേര് അങ്ങനെയുണ്ട്. 14 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പൊ ബിനിച്ചേട്ടൻ അങ്ങനെ കൂട്ടി വിളിക്കും. ഞാൻ വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾ ചെയ്യാത്തത് എന്ന് കരുതുന്ന ഒരു സംഭവമാണ് രജനികാന്ത് എന്ന് പറയുന്ന ആള് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അവതരണ ശൈലി നമുക്കറിയാലോ, വളരെ സ്പീഡായിട്ട്. ഇത് പർവള്ളി, நீ விரும்புகிற பொண்ணு நீயே கட்டியும் வாழ்க்கை நல்லா இருக்கும். எங்கிட்ட இருக்கிற கூட்டம் நான் சேர்த்த கூட்டம் இல்லை, അൻപാള തണിയാൽ വന്ന കൂട്ടം. അപ്പം ഇദ്ദേഹമാണ് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ലാലേട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഡയലോഗുണ്ട്, കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ഇത് രജനീകാന്ത് എന്ന് പറയുന്ന ആള് മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ജസ്റ്റ് ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെക്കാം. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മുഹമ്മദ് പഴയ ഒരു സിംഹത്തിന് പടയില്ല ഉസ്താദ് ബാദുഷാ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു ദിനയുടെ ഓട്ടക്കേസിൽ എന്തുണ്ട്? ഒടുവിൽ സംഗീതത്തിന്റെ ആദ്യാശം പഠിപ്പിച്ച അമ്മയെ മനസ്സിലാക്കി ദർവാദത്തിൽ കീർത്തനം പാടി പാടി ഒളിവയ്ക്ക് മുമ്പ് വരെയാന്ന് കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ സബറോക്കെ സിന്ദഗി ജോത് കവനാക്കി കഥം എന്നാ ഒന്നുമേ പുരിയില്ല. ഇനി ചെയ്യാൻ പോകുന്നത് നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗുണ്ട്. അത് നമ്മുടെ ആലമൂടൻ പറഞ്ഞാൽ എങ്ങനെ നരേന്ദ്രപ്രസാദിന്റെ ഡയലോഗ്. എൻ്റെ അമ്മയുടെ കിടപ്പുമുറിയിൽ നിന്നും ഉടുതുണിയും ഭാര്യക്കുത്തി മതാലസനായി ഇറങ്ങി വരുന്ന സൂര്യദത്തൻ മുതലാളിയെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ വളർത്തച്ഛൻ പറഞ്ഞു, ആ പോകുന്ന പട്ടിയാ നിന്റെ തന്തയെന്ന്. അന്നേ തീരുമാനിച്ചുറപ്പിച്ചതാ സൂര്യദത്തൻ മുതലാളി ഒന്ന് ഒളിപ്പിക്കണമെന്ന്. ഒളിപ്പിച്ചു, ആരും കാണാത്തിടത്ത് ഈ തറവാട്ട് കുളത്തിന്റെ അടിത്തറയിൽ. ഇനി അത് ആലമൂടൻ എന്ന് പറയുന്ന അദ്ദേഹം. എൻ്റെ അമ്മയുടെ കിടപ്പുമുറിയിൽ നിന്നും ഉടുതുണിയും ഭാര്യക്കുത്തി മതാലസനായി ഇറങ്ങി വരുന്ന സൂര്യദത്തൻ മുതലാളിയെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ വളർത്തച്ഛൻ പറഞ്ഞു, ആ പോകുന്ന പട്ടിയ നിന്റെ തന്തയെന്ന്. അന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ സൂര്യദത്തൻ മുതലാളിയെ ഒന്ന് ഒളിപ്പിക്കണമെന്ന്. ഒളിപ്പിച്ചു. എവിടെയാണെന്ന് അറിയണ്ടേ? ഈ തറവാട്ടുകുളത്തിന്റെ അടിത്തറയിൽ. എങ്ങനെ? കല്യാണിയെ അറിയാമോ? ഇനി ഞാൻ മണിച്ചേട്ടൻ്റെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം മണിച്ചേട്ടൻ്റെ അസ്ഥിത്തറയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് വീട്ടിലൊരു വിളക്കൊക്കെ വെച്ച് എല്ലാ ദിവസവും ചാനലിലൊക്കെ വന്നിട്ടുണ്ട്, ന്യൂസിലൊക്കെ. ഒരുപാട് ബഹുമാനിക്കുന്നതുകൊണ്ട് അധികം ആരും സ്റ്റേജിൽ പാടാത്തൊരു പാട്ട്, MLA മണി 10ാം ക്ലാസ്സും ഗുസ്തി എന്ന ചിത്രത്തിലൊരു പാട്ട് ഞാൻ പാടാം. ഗംഭീരായിട്ട് പാടി, നല്ല അസലായിട്ട് ശ്രുതിയൊക്കെ അങ്ങ് ചേർന്ന് ഇടക്കേറി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയായി. പാലക്കാരി പെണ്ണിനെ കുറിച്ച് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് അതുപോലെ നല്ല അടിപൊളിയായിട്ട് ബിജു പാടും. റിമി ടോമിയെ കുറിച്ച് പാടിയ ഒരു പാട്ടാണ് മണിച്ചേട്ടൻ. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. അത്തിക്ക് വകയിലേലും അഹങ്കാരത്തിൻ്റെ കൂടമല്ലേ, മെരുക്കുവാൻ പണിയാണേലും മെരുങ്ങിയ പുള്ളിമാലല്ലേ. താങ്ക് യു.
ഒരുപാട് സന്തോഷം കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ആൻഡ് കോമഡി മസാലയുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു പെർഫോമൻസ് തന്നതിനും താങ്ക് യു സോ മച്ച്. ഓഡിയൻസ് നല്ലൊരു കൈയ്യോടെ നമുക്ക് ഈ കലാകാരനെ ഇവിടുന്ന് തൽക്കാലത്തേക്ക് യാത്രയാക്കാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.